ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി പ്രോട്ടീൻ അട. മധുരമില്ലാത്ത ഒരു അടയാണ്. ഡയബറ്റിക് പേഷ്യൻസിന് നല്ലൊരു പലഹാരമാണ്. ഒരു കപ്പ് ഗോതമ്പ് പൊടി, കുറച്ച് ചെറുപയറും നാളികേരവും ഉള്ളിയും ഉണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. ഒരു കപ്പ് ചെറുപയർ രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെക്കണം. കഴുകി വൃത്തിയാക്കിയ ചെറുപയറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിടി നാളികേരം, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിക്കാം. ചെറുപയർ വെവുമ്പോഴേക്കും നമുക്ക് അടയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നനയ്ക്കാൻ തുടങ്ങണം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. കുറച്ചുകൂടി ടേസ്റ്റിനായി ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും ഒരു പിടി നാളികേരവും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. കുക്കറിന്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ചെറുപയർ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കാച്ചാം. ഒരു പാൻ അടുപ്പിൽ വെക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. 3-4 ചെറുള്ളി അരിഞ്ഞത് ചേർക്കാം. നന്നായി വഴറ്റണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർക്കാം. മുളകിന്റെ കുത്തെല്ലാതും മാറുന്നത് വരെ വഴറ്റാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഒരു പിടി നാളികേരം ചേർക്കാം. നാളികേരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. മുളകിന്റെയും മഞ്ഞളിന്റെയും കുത്തെല്ലാതും മാറിയിട്ടുണ്ട്. ഇനി ചെറുപയർ വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് ഇളക്കണം. ചെറുപയറിലെ വെള്ളം എല്ലാതും വറ്റി ഡ്രൈ ആവണം. ചെറുപയറിൽ മസാല എല്ലാതും പിടിച്ച് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അട പരത്താൻ തുടങ്ങാം. ഒരു വാഴയില എടുക്കണം. ഒരു ചെറിയ ബോള് മാവ് ഇലയിൽ വെക്കണം. ഒരു പ്ലേറ്റിൽ വെള്ളം അടുത്ത് തന്നെ വെക്കണം. കൈ വെള്ളത്തിൽ മുക്കി മാവ് പതുക്കെ പരത്താം. മാക്സിമം തിന്നായി പരത്താൻ ശ്രമിക്കണം. മാവ് കയ്യിൽ ഒട്ടാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ ഒന്ന് കൈ മുക്കാവുന്നതാണ്. ഇലയട, പുട്ട്, അപ്പം ഇവയെല്ലാതും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം. അട ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി ചെറുപയറിന്റെ പുഴുക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഇങ്ങനെ കഴിക്കുന്നത് വളരെ ആരോഗ്യപ്രദമാണ്. ഷുഗർ ഉള്ളവർക്ക് പ്രോട്ടീൻ അടങ്ങിയ ഒരു നല്ല ഭക്ഷണമാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഡിന്നറിനും നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. സ്റ്റീം ചെയ്യുന്നത് കൊണ്ട് ഇത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ചെറുപയർ എല്ലാതും നന്നായി സ്പ്രെഡ് ചെയ്തു. ഇനി ഇല മടക്കാം. അറ്റമെല്ലാതും ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ചെറുപയർ ഒന്നും പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. ഇനി ഒരു സ്റ്റീമർ എടുക്കണം. വെള്ളം തിളപ്പിക്കണം. അട ഇതിൽ വെച്ച് നമുക്ക് ഒരു 15 മിനിറ്റോളം വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അട പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണേ. ആവിയിൽ വേവിക്കുന്ന ഈ പലഹാരം വളരെ ഹെൽത്തിയാണ്. നിങ്ങൾ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. കുഞ്ഞുങ്ങളുടെ ഡയറ്റിലും ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.